ആരാണത്? എന്താ അവിടെ പതുങ്ങിയിരിക്കുന്നത്? ഇറങ്ങി പാടി വഴിയില്. മുതലാളി, ഞാൻ വിചാരിച്ച് ചത്തിരിക്കുമെന്നല്ലേ? ഇല്ലടി, അവനെയും കൊന്നിട്ട് ഞാൻ ചാവുള്ളു. അയ്യോ മുതലാളി, എനിക്ക് അറിഞ്ഞൂടാ മുതലാളി, അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടല്ലേടി? നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ മുതലാളി, പൊട്ടിത്തെറിച്ച് കൈ ഒടിഞ്ഞുന്നോ? ആശുപത്രിയിൽ ആരുണ്ട് ഒരു സഹായത്തിന്? എന്റെ പൊന്നു മേസ്ത്രി, ഇപ്പോൾ ഞാൻ എന്തേ ചെയ്യും? ഇവിടെ കിടന്ന് കരയാതെ ആശുപത്രി വരെ ഒന്ന് ചെല്ലും. എവിടെ വന്ന്? അയ്യോ ഞാൻ സത്യം പറയണം, അവനോട് വരാറുണ്ടാ? ഇല്ല മുതലാളി, സത്യമായിട്ട് വന്നില്ല. നീ എവിടെ പോണു? വൈദ്യശാലയിൽ വല്യേക്കന് ഇത്തിരി മരുന്ന് വാങ്ങിക്കാൻ. ആ പോയിക്കോ. ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ട്, കാണുമ്പോ പറഞ്ഞേരെ. എന്റെ വെള്ളാരി ഭഗവതി, ഈ കിടപ്പ് കണ്ടോ? അയ്യോ, ഇത് ഞാനാണ്. എന്നെ കണ്ണു തുറന്ന് ഒന്ന് നോക്കണം. എന്നെ അറിയില്ലേ? അയ്യോ, ആളെ തിരിച്ചറിയാൻ ഒക്കുന്നില്ലല്ലോ. നിങ്ങളാരാ? ഈ മനുഷ്യന്റെ ഭാര്യയാണോ? ഏതായാലും അങ്ങോട്ട് മാറി നിൽക്കണം.
അവളും പോയാ? എന്നാരോ പറയണ കേട്ടു. പറയണ കേട്ടു. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ അവളവിടെ പോയെന്ന്? അറിയാമായിരിക്കും മുതലാളി. ഇവരൊക്കെ ഒരു കെട്ടാണ്. നീതുമാരെങ്ങനോഷം കിട്ടുന്ന വാക്ക് പറയാതമ്മു. എന്റെ കണ്ണുദൃഷ്ടിയാണ്. ഈ ഇരിക്കണ തറവാടിനാണ് എനിക്ക് അറിഞ്ഞുകൂടെ. ഈ വായിക്കൊരു സത്യമായിട്ട് എനിക്കും അറിഞ്ഞുകൂടെ മുതലാളി. ആരും അറിയണ്ട. കർത്താവേ, ഈ കൈയും വെച്ചോണ്ട് ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അതും ഇതും വിചാരിച്ച് സങ്കടപ്പെടണ്ട. എന്റെ കൈ മുറിഞ്ഞു പോയിട്ടില്ലല്ലോ. വേല ചെയ്യാൻ എനിക്കൊട്ട് മടിയുമില്ല. എങ്കിലും ചെല്ലമ്മേ, നീ മാത്രം കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എനിക്കും കൂടി ചോറ് തരണ്ടേ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. നമുക്കിപ്പോ മക്കളും കുട്ടികളും ഒന്നുമില്ലല്ലോ. ഒരാളുടെ വയറിന്റെ കാര്യമല്ലയോ. അപ്പോ കുറെ കഴിഞ്ഞ് 2-3 വയറ് കൂടി ആയാലോ? ആ, അപ്പം ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ നിമിത്തം നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം കണ്ണീര് കുടിച്ചു. എന്തൊരു പാപിയാണ് ഞാൻ. കഴിഞ്ഞതെല്ലാം വിചാരിച്ച് മനസ്താപിക്കുന്നത് എന്തിനാണ്? എന്നെ കൂടെ കരയിപ്പിക്കാനോ? അയ്യോ, എന്നെ കൊണ്ട് എനിക്കറിയാൻ വയ്യ. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. ഇനിയെങ്കിലും നമുക്ക് സന്തോഷമായി കഴിയാം. എനിക്ക് മതി. ശകലം കൂടി. അരച്ചക്രത്തിന് പൊരിയുണ്ട. നേരമായിട്ട് കാത്തു നിൽക്കുന്നു. ഓ, എന്തൊരു വയറ്റുവേദന. ആ, വേദനിക്കട്ടെ. വേണ്ടാത്ത ദുശീലങ്ങളെല്ലാം ചെറുതിനെ ശീലിച്ചത് കൊണ്ടല്ലയോ? നീ അത് വാങ്ങിച്ചില്ലയോ? എന്തര്? ഓ, ഇങ്ങോട്ട് തരണമെങ്കിൽ താ. പിന്നെ കാര്യമൊക്കെ ശരി. ഇന്നാളത്തെ പോലെ ഇതും കുടിച്ചോണ്ട് ഇവിടെ കിടന്ന് ബഹളമൊന്നും കൂട്ടരുത്. ചെല്ലമ്മ, എന്തൊരു വേണോ? എരിയുള്ള കൂട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് എടുത്തേ. അരയ്ക്കണതേ ഉള്ളൂ. നിന്റെ ഒരരപ്പ്. ആ, എല്ലാം ഞാൻ തീർത്തേക്കാം. ആ തുലുക്കൻ്റെ കൂടെ കൊഞ്ചിയും കൊഴിഞ്ഞും നടന്നിട്ടല്ലേടി എനിക്ക് നേരത്തും കാലത്തും ഒന്നും വേഗിച്ച് തരാൻ പറ്റാത്തത്? എന്താടി നിന്റെ താക്ക് താണുപോയ? വെണി തൊട്ട് നാക്കി വെക്കും. വേണമെങ്കിൽ അല്ലേടി നീ വേല ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് ചോറ് തരുന്നതിന്റെ അഹംഭാവം അല്ലേടി കാണിച്ചത്? എന്തൊരു വേണം പറഞ്ഞോളൂ. കേട്ടല്ലോ. എവിടെ പോണേ? അവൻ അപ്പുറത്തെങ്ങാനും വന്ന് നിപ്പുണ്ടോ? നിന്റെ അത്രാങ്കണ്ണമേത്തൻ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ദൈവത്തോർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. നിന്റെ ഒരു കള്ളക്കരച്ചില് പോഴി എന്റെ കൺമുമ്പിൽ നിന്ന്. ഇല്ലെങ്കിൽ ഒറ്റ ചവിട്ടിന് ഞാൻ കൊന്നുകളയുന്നേ. അതാണ് ഇതിനേക്കാളും നല്ലത്. ഇങ്ങനെ ഇഞ്ചിഞ്ചാവാൻ എന്നെ കൊണ്ട് വയ്യ. ഈ ചത്താൽ എനിക്ക് പുല്ലാടി പുല്ല്. ഞാൻ പട്ടിണിയുടെ കിട്ടുന്നില്ല. ഇല്ല, ഈ വീടിന് ഞാൻ തീ കൊളുത്തും. ഇതെന്തിനെ പറ്റി? എന്റെ പൊന്നെ, ഇതെന്തോന്ന? അയ്യോ, കണ്ണു തുറക്കി, കണ്ണു തുറക്കി. എന്റെ പൊന്നെ,
വാങ്ങിച്ചോടി. വേഗം അകത്ത് വരി. നിന്റെ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇന്നലത്തെ പോലെ കാശിലെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് അല്ലേ? അയ്യോ, വേഗം അകത്ത് വരി. അയാൾ എത്തിപ്പോയി. എവിടെ നിന്നെ തന്റെ നിങ്ങൾ വരി. എടി ആരെന്ന്? അയ്യോ, അത്രാങ്ങനെ ചട്ടമ്പി കൊല്ലും അയാൾ. ഒന്ന് ചുമ്മാ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ.